8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന പെരുമഴയത്ത് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പെരുമഴയത്ത്. 1. ദേവകി നിലയങ്ങോട്. 2. ലേഖനം. 3. ആശയം. 4. വിശകലനം. ദേവകി നിലയങ്ങോട്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയാണ് ദേവകി നിലയങ്ങോട്. എടപ്പാളിനടുത്ത് പകരാവൂർ മനയ്ക്കലാണ് ജനിച്ചത്. 75ാം വയസ്സിലാണ് ദേവകി നിലയങ്ങോട് എഴുത്ത് ആരംഭിക്കുന്നത്. 70 വർഷം മുമ്പുള്ള സമുദായ ജീവിതത്തിലെ കൗതുകങ്ങളും വൈചിത്ര്യങ്ങളും ആചാരങ്ങളും പകർത്തി എഴുതി. അനുഭവങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. നഷ്ടബോധങ്ങളില്ലാതെ യാത്ര, കാട്ടിലും നാട്ടിലും, വാതിൽ പുറപ്പാട് എന്നിവയാണ് പ്രധാന കൃതികൾ. ലേഖനം. ലേഖനം എന്നത് ഒരു വിഷയത്തെ ആസ്പദമാക്കി എഴുതുന്ന രചനയാണ്. ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളോ വ്യക്തമാക്കുന്നു. ഒരു ലേഖനം എന്നത് സാധാരണയായി പത്രങ്ങൾ, മാസികകൾ, ജേണലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു എഴുതപ്പെട്ട കൃതിയാണ്. ആശയം. ദേവകി നിലയങ്ങോടിൻ്റെ മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തതാണ് വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള പെരുമഴയത്ത് എന്ന പാഠഭാഗം. മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ ചിത്രം മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത്. മൂക്കുതല എന്ന ദേശത്തിൻ്റെ 3 ഭാഗവും കായലും ഒരു ഭാഗത്തു മാത്രം കരയുമാണ്. അതുകൊണ്ട് തന്നെ വഞ്ചികളായിരുന്നു അവരുടെ യാത്രാമാർഗം. അത് തുഴയാൻ കരുത്തരായ കുറച്ച് ചെറുപ്പക്കാരും ഉണ്ടാവും. വലിയ തറവാട്ടുകാർക്കൊക്കെ സ്വന്തമായി വള്ളമുണ്ടായിരുന്നു. കായൽ വറ്റിച്ചാണ് നെൽകൃഷി ചെയ്തിരുന്നത്. തുലാമാസത്തിലെ തേക്കുപാട്ട് ഒരു താരാട്ടായി കേട്ടുറങ്ങിയ നാളുകൾ എഴുത്തുകാരി ഓർത്തെടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തൻ്റെ 13ാമത്തെ വയസ്സിൽ വന്നൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചും. രാത്രിയിൽ വലിയ കാറ്റോടുകൂടി വന്ന മഴയിൽ മരങ്ങളെല്ലാം കടപുഴകി വീണതും ഉറങ്ങാതെ നേരം വെളുപ്പിച്ചതും പുലർന്നപ്പോൾ കായലും കരയും കിണറും കുളവും എല്ലാം ഒന്നായി മാറിയതിൻ്റെ ഭീകരമായ കാഴ്ച. 1942 വന്ന ഈ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് തന്നെയാവും MT വാസുദേവൻ നായരുടെ നാലുകെട്ടിൽ പരാമർശിക്കുന്നതെന്നു രചയിതാവ് അഭിപ്രായപ്പെടുന്നു. പിന്നീട് അവർ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ തടികൾ ശേഖരിച്ച് വിലക്കുറവിൽ വാങ്ങിവെച്ചിരിക്കുന്നത് കാണുന്നു. അവിടുത്തെ മറ്റു സ്ത്രീകളിൽ നിന്ന് 99ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1923-24ലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കേൾക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള വീടുകളിൽ ഭയങ്കര മഴയോടൊപ്പം പെട്ടെന്ന് കയറി വന്നൊരു വെള്ളപ്പൊക്കം. രാത്രി മുഴുവൻ വീടിൻ്റെ മുകൾ നിലയിൽ കഴിച്ചുകൂട്ടിയതും പിന്നീട് നേരം വെളുത്ത ശേഷം നാട്ടുകാർ വന്ന് രക്ഷിച്ചതും. വിശകലനം. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലൂടെ തുടങ്ങുന്ന ലേഖനം വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത തുറന്നു കാണിച്ചുകൊണ്ട് അവസാനിക്കുന്നു. നമുക്ക് അന്യമായി പോയ ഗ്രാമത്തിൻ്റെ ഭംഗിയും വഞ്ചികളും തേക്കുപാട്ടും കുളത്തിലെ കുളിയും ഒരു നഷ്ടബോധത്തോടെ മാത്രമേ ഈ ലേഖനം വായിച്ചു തുടങ്ങുവാനാകൂ. സുന്ദരിയായ പ്രകൃതിക്ക് രൗദ്രഭാവം കൈവരിക്കാൻ നിമിഷങ്ങൾ മതി എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ലേഖനത്തിലുണ്ട്. പാടങ്ങളും കുളങ്ങളും ചതുപ്പുകളും മണ്ണിട്ടു നിരത്തിയും കാടുകൾ വെട്ടി നശിപ്പിച്ചും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രകൃതിക്ക് തിരിച്ചടിക്കാൻ നിമിഷങ്ങൾ പോലും വേണ്ടെന്ന്. കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മൾ അതറിഞ്ഞതുമാണ്. എപ്പോഴും പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് വെള്ളപ്പൊക്കം. തിരിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തിൽ കാറ്റിനോടൊപ്പം വരുന്ന പ്രകൃതിയുടെ ശുദ്ധികലശം. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ മുറ്റം മുഴുവൻ വെള്ളമെത്തി നിൽക്കുന്ന അവസ്ഥ. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാത്ത നിസ്സഹായത. കുടുംബ വീടുകളിലും ക്യാമ്പുകളിലും നാളുകൾ കഴിച്ചുകൂട്ടേണ്ടി വരുന്നു. വെള്ളമിറങ്ങി തിരിച്ചു വീട്ടിലെത്തിയാലോ? ചെളി പിടിച്ചു കിടക്കുന്ന വീടും ചെളിവെള്ളം നിറഞ്ഞ കിണറുകളും ചെടികളെല്ലാം ചീനുമണക്കുന്ന ദുർഗന്ധവും. കൃഷിയെല്ലാം നശിച്ചു പോകുന്നു. പിന്നീട് അങ്ങോട്ട് പട്ടിണിയാണ്. പുഴയും കിണറും ഒന്നായതുകൊണ്ട് കുടിവെള്ളവും മുട്ടുന്നു. വെള്ളമൊന്ന് തെളിയുന്നത് വരെ മഴ പെയ്യുമ്പോൾ ഇറയത്തുനിന്ന് വീഴുന്ന വെള്ളം ശേഖരിച്ചു കുടിക്കേണ്ടി വരുന്നു. ഓരോ വെള്ളപ്പൊക്കവും മനുഷ്യനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ വെറും പുഴുവാണെന്ന ഓർമ്മപ്പെടുത്തൽ. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.